സഹോദരന്മാരെയും സഹോദരിമാരെയും, ദുൽഖഅദ മാസത്തിൻ്റെ 20-ലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്ര മാസങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിയ മാസമാണ് ദുൽഖഅദ എന്നുള്ളത്. ഹജ്ജുമായി ബന്ധപ്പെട്ട് ആളുകൾ ഹജ്ജിന് പുറപ്പെടുന്ന മാസമായതുകൊണ്ടാണ് ഈ മാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെയും മകൻ ഇസ്മായിൽ നബിയുടെ ഉമ്മ ഹാജറിനെയും ഒക്കെ അവരുടെ ചരിത്ര സ്മരണകൾ പുതുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ്. അതോടൊപ്പം തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിൻ്റെ, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളുടെ പൂർത്തീകരണമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, നമ്മുടെ നാടുകളിൽ നിന്നടക്കം ആളുകൾ ഹജ്ജിന് യാത്ര പോയി തുടങ്ങിയിട്ടുണ്ട്. അല്ലാഹു അവർക്കെല്ലാം മഖബൂലും മബ്റൂറുമായ ഹജ്ജ് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്കും അല്ലാഹു വരും ഭാവിയിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഹജ്ജുമായി ബന്ധപ്പെട്ട് ഹജ്ജിന്റെ വളരെ പ്രധാനപ്പെട്ട കർമ്മങ്ങളിൽ വാജിബാത്തുകളിൽപ്പെട്ടതാണ് ഹജ്ജിന് പോകുന്ന ആളുകൾ ബലിയറുക്കുക, ഹദിയ നൽകുക എന്നുള്ളത്. ഹജ്ജിന് പുറപ്പെടുന്ന അല്ലെങ്കിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന ആളുകൾ മാത്രമാണ് ഹദിയ നിർവഹിക്കേണ്ടത്. എന്നാൽ ബലി പെരുന്നാളുമായി ബന്ധപ്പെട്ട്, ഹജ്ജുമായി ബന്ധപ്പെട്ട് ഹജ്ജ് ചെയ്യാത്ത ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുഴുവൻ വിശ്വാസികളുടെ മേലും അല്ലാഹു സുബ്ഹാനഹു വ തആല ശറഅാക്കിയ, നിയമമാക്കിയ കർമ്മമാണ് ഉദ്ഹിയ അഥവാ ബലികർമ്മം എന്നുള്ളത്. നമുക്കറിയാം, ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന, നമ്മൾ ആഘോഷിക്കുന്ന പെരുന്നാളിന്റെ പേര് ഈദുൽ അദ്ഹ എന്നാണ്. അദ്ഹ എന്ന പേര് അത് ഉദ്ഹിയയിൽ നിന്ന് വന്നതാണ്. മലയാളത്തിൽ നമ്മളതിന് ബലി പെരുന്നാൾ എന്നാണ് പറയാറുള്ളത്. ബലിയുമായി ബന്ധപ്പെട്ടാണ് ആ പെരുന്നാളിന് നമ്മൾ പേര് നൽകിയിട്ടുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ ആ പെരുന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേൽ അല്ലാഹു നിയമമാക്കിയ ഉദ്ഹിയ എന്ന കർമ്മം, അത് ബാധ്യതയാക്കപ്പെട്ട ആളുകളെല്ലാം അതിനു വേണ്ടി ഒരുങ്ങൽ വളരെ നിർബന്ധമായ കാര്യമാണ്. പണ്ഡിത ലോകത്ത് ഉദ്ഹിയത്തിന്റെ ഹുക്മ് ചർച്ച ചെയ്യുന്നിടത്ത് അത് വാജിബാണ് എന്നും സുന്നത്താണ് എന്നും ഒക്കെയുള്ള ചർച്ചകൾ പണ്ഡിത ലോകത്തുണ്ട്. ചെയ്യേണ്ടതില്ല, നിർവഹിക്കേണ്ടതില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിൽ ചില ആളുകളൊക്കെ ഇന്ന് ബലികർമ്മത്തെ പരിപൂർണമായും നിഷേധിച്ചുകൊണ്ട്, മൃഗബലിയെ അറുക്കുന്നതിനെ നിഷേധിച്ചുകൊണ്ട്, അതിന് എന്തെങ്കിലും ചെയ്താൽ മതിയാകും, ഫർണിച്ചർ നൽകുകയോ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുകയോ ആ പണം സ്വതക്ക നൽകുകയോ ഒക്കെ ചെയ്താൽ മതിയാകും, ബലി എന്നത് ഒരിക്കലും ഇസ്ലാം പഠിപ്പിച്ച കാര്യമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മൗഢ്യമായ ആശയങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. അതിന് വശംവദരായിക്കൊണ്ടൊക്കെ ബലികർമ്മത്തെ ഒഴിവാക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി വരുന്നുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് ബലി എന്നത് ആ പേര് തന്നെ മൃഗബലിയുമായി ബന്ധപ്പെട്ട്, മൃഗത്തെ അറക്കുന്നതുമായി കൊണ്ട് ബന്ധപ്പെട്ട് തന്നെയാണ് എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിനെ പൊളിക്കാൻ ശ്രമിക്കുന്ന അത്തരം ആളുകളുടെ വാദമുഖങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടതില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ നിയമമാക്കിയ കാര്യം നമ്മൾ നിർവഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഈദുൽ ഫിത്റിന്, ചെറിയ പെരുന്നാളിന്, റമദാനിന്റെ അവസാനത്തിൽ നമുക്ക് അല്ലാഹു നൽകിയ പെരുന്നാളിന്, അതിന് ഓരോ വ്യക്തികളുടെ മേലും അല്ലാഹു നിർബന്ധമാക്കിയ, നിയമമാക്കിയ കാര്യമാണ്. നമുക്കറിയാം സകാത്തുൽ ഫിത്ർ എന്നത്. അത് നമ്മൾ പല ആളുകൾ നിർവഹിച്ചുകൊണ്ട് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ ബലി പെരുന്നാളുമായി ബന്ധപ്പെട്ട അല്ലാഹു നിയമമാക്കിയ കാര്യമാണ് ഉദ്ഹിയ എന്നുള്ളത്. അതിന്റെ ചരിത്രം മനസ്സിലാക്കുകയും അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും അതിൽ ഉൾപ്പെടാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ടാണ്. വിശുദ്ധ ഖുർആൻ നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് 3 തരം ബലികളാണ് നമുക്ക് കാണാൻ സാധ്യമാവുക. ബലിയുടെ ചരിത്രവും ബലിയുടെ കാര്യവും പരിശോധിക്കുമ്പോൾ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 ബലികർമ്മങ്ങളെ പരാമർശിക്കുന്നുണ്ട്. ഈ 3 ബലികർമ്മങ്ങളുടെ പിന്നിലും ചില കാരണങ്ങളും അത് നിർവഹിച്ച ആളുകളുടെ മനോവികാരവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ 3 ബലികർമ്മങ്ങളെ കുറിച്ചും മനസ്സിലാക്കി നമ്മൾ ബലികർമ്മത്തിന്റെ വിഷയത്തിൽ ഏത് നിലപാടിലാണ് എന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. ഒന്നാമതായി ചരിത്രം പരിശോധിച്ച് നോക്കുന്നിടത്ത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ബലി എന്നത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മക്കൾ നൽകിയ ബലികർമ്മമാണ്. ഖാബീലും ഹാബീലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകിയ ബലികർമ്മമാണ് നമുക്ക് ഖുർആനിൽ ഏറ്റവും ഒന്നാമതായി കാണാൻ സാധ്യമാകുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദയുടെ 27-ാമത്തെ വചനത്തിൽ അല്ലാഹു നമുക്ക് ഈ കാര്യം പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അല്ലാഹു പറഞ്ഞു, സത്യസന്ധമായി കൊണ്ട് യാഥാർത്ഥ്യത്തോടുകൂടി
ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 2 മക്കൾ അവർ ചെയ്ത പ്രവൃത്തിയെ റസൂലേ താങ്കൾ ജനങ്ങൾക്ക് ഓതിക്കൊടുക്കണം. എന്താണ് അവരുടെ കാര്യം ഓതിക്കൊടുക്കേണ്ടത്? ഇത് ഖറബ ഖുർബാനൻ, അവർ രണ്ടുപേരും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഖുർബാന ചെയ്തുകൊണ്ട് അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സാമീപ്യം സിദ്ധിക്കാൻ വേണ്ടി, സാമീപ്യം ലഭിക്കാൻ വേണ്ടി അവർ ബലികർമ്മം നടത്തുകയുണ്ടായി. ഫതുഖബ്ബില മിൻ അഹദിഹിമ, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ഒരാളുടെ ബലികർമ്മമാണ് സ്വീകരിച്ചിട്ടുള്ളത്. വലം യുതഖബ്ബൽ മിനൽ ആഖർ, രണ്ടാമത്തെ ആളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ബലികർമ്മം സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ ബലികർമ്മം ഒരാളിലും സ്വീകരിക്കുകയും മറ്റേയാളും സ്വീകരിക്കാതിരിക്കുകയും ചെയ്തു. ആ സ്വീകരിച്ചതും സ്വീകരിക്കാതിരുന്നതും അവർക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തു. അത് എപ്രകാരം നമുക്കറിയേണ്ട വിഷയമല്ല. അങ്ങനെ അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്നാമത്തെ വ്യക്തി മറ്റേ വ്യക്തിയോട് പറഞ്ഞു, ഖാല ലഅഖ്തുലന്നക, ഞാൻ നിന്നെ കൊല ചെയ്യുക തന്നെ ചെയ്യും, ഞാൻ നിന്നെ കൊന്നുകളയുക തന്നെ ചെയ്യുമെന്ന് ആ മനുഷ്യൻ രണ്ടാമത്തെ ആളോട് പറയുകയുണ്ടായി. ഒന്നാമത്തെ വ്യക്തി ആദ്യ നബിയുടെ ഒരു മകൻ മറ്റേ മകനോട്, എന്റെ ബലികർമ്മം അല്ലാഹു സ്വീകരിച്ചിട്ടില്ല, നിന്റേത് മാത്രം സ്വീകരിച്ചു, അങ്ങനെ അതിന് ഞാൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞ് അവനെ കൊല്ലുകയാണ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട മറ്റു പല ചരിത്രങ്ങളൊക്കെ നമ്മൾ പല ആളുകളും പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഭാര്യയുമായി ബന്ധപ്പെട്ടും അവരുടെ സൗന്ദര്യവുമായി ബന്ധപ്പെട്ടും അസൂയ പൂണ്ടതുമൊക്കെയുള്ള കഥകൾ നമ്മൾ പണ്ടേ കേട്ട് പരിചയമുള്ളതാണ്. എന്നാൽ ഖുർആൻ പഠിപ്പിക്കുന്നത് ഒരാൾ മറ്റേയാളെ കൊല്ലാനുണ്ടായ കാരണം എന്താണ്? ഒരു വ്യക്തിയുടെ ബലികർമ്മം അല്ലാഹു സ്വീകരിച്ചു, മറ്റേ വ്യക്തിയുടെ സ്വീകരിക്കാതിരുന്നു. എന്നിട്ട് മറ്റേ വ്യക്തി ഒന്നാമത്തെ വ്യക്തിയെ കൊല്ലുമെന്ന് പറയുകയും അങ്ങനെ കൊല ചെയ്യുകയും ചെയ്തു. അതിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു ആരാധനയും സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് എന്നാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഒന്നാമത്തെ ചരിത്രത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ഒന്നാമത്തെ ബലികർമ്മം എന്താണ്? അള്ളാഹുവിന് വേണ്ടി ചെയ്ത ബലികർമ്മമാണ്. പക്ഷേ ഒരു വ്യക്തി അവൻ അള്ളാഹുവിന്റെ വജ്ഹല്ല ഉദ്ദേശിച്ചത്, രണ്ടുപേരും അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ ബലികർമ്മം നടത്തിയിരുന്നെങ്കിൽ അള്ളാഹു രണ്ടും സ്വീകരിക്കുമായിരുന്നു. പക്ഷേ ഒരു വ്യക്തിയിൽ മാത്രമാണ് തഖ്വ ഉണ്ടായത്, മറ്റേ വ്യക്തിയിൽ തഖ്വ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തഖ്വയില്ലാത്ത പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കാതിരിക്കുകയും അങ്ങനെ എന്റെ പ്രവർത്തനം സ്വീകരിക്കുന്നില്ല എന്ന വിഷയത്തിൽ അമർഷം കൊണ്ടുകൊണ്ട് ആ വ്യക്തി മറ്റേ വ്യക്തിയെ കൊല ചെയ്യുകയും ചെയ്തു. സഹോദരന്മാരെ, നമ്മുടെ ബലികർമ്മം ഈ രൂപത്തിലായി ചേരുവാനും വേണ്ടി പാടില്ല. രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ ബലികർമ്മം എന്നത് സൂറത്തുൽ ബഖറയുടെ 67-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്ന കാര്യമാണ്. അതെന്താണ്? സൂറത്തുൽ ബഖറക്ക് അൽ ബഖറ എന്ന് പേര് ലഭിക്കാൻ കാരണമായ കാര്യമാണത്. ബനൂ ഇസ്രായേലിൽപ്പെട്ട ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ അവരോട് ഒരു മൃഗത്തെ, ഒരു പശുവിനെ അറുക്കാൻ വേണ്ടി അല്ലാഹു ആവശ്യപ്പെട്ടു. വൈദ ഖാല മൂസ ലിഖൗമിഹി, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ ഖൗമിനോട് പറഞ്ഞു, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തദ്ബഹു ബഖറ, ഇദാ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് ഒരു ബഖറയെ, ഒരു പശുവിനെ അറുക്കാൻ നിങ്ങളോട് അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാം അറുക്കണം. ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അറുക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ അതിനുശേഷം ആ ആടുകൾ, ആ ബഖറ എപ്രകാരമായിരിക്കണം, ആ ബഖറയുടെ നിറം എന്തായിരിക്കണം, അത് ഏത് രൂപത്തിലുള്ളതായിരിക്കണം, എന്ത് വലിപ്പമായിരിക്കണം എന്നിങ്ങനെയൊക്കെ ആവർത്തിച്ച് അവർ അറുക്കാതിരിക്കാൻ വേണ്ടിയുള്ള ന്യായമുഖങ്ങൾ നിരത്തിക്കൊണ്ട് അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടിയായിക്കൊണ്ട് പുള്ളിയുള്ളതാകണം, മഞ്ഞ നിറത്തിലുള്ളതാകണം എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലാഹു കണ്ടീഷൻസ് അവരുടെ ചോദ്യത്തിനനുസരിച്ച് കൊണ്ട് വെച്ചു കൊടുക്കുകയുണ്ടായി. അങ്ങനെ കണ്ടീഷനുകൾ വെച്ചു കൊടുക്കുകയും അവസാനം അവർ ബലികർമ്മത്തിന് വേണ്ടി അവർ നിർബന്ധിതരാവുകയും ചെയ്തു. പക്ഷേ ആ ആളുകൾ ചെയ്ത ബലിയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫദബഹൂഹ വമാ കാദൂ യഫ്അലൂൻ, അവർ അതിനെ കൊന്നുകളയുകയാണ് ചെയ്തത്. അവർ അല്ലാഹുവിന് കൂലി കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ട് ബലികർമ്മം ചെയ്യുകയല്ല, അവർക്ക് നിശ്ചയിച്ചു കൊടുത്ത പശുവിനെ അവർ അങ്ങോട്ട് കൊന്നുകളഞ്ഞു. മനസ്സോടുകൂടി ഇത് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ ചെയ്യുക, ഇങ്ങനെ പിന്നെ കൽപ്പന വന്നുപോയല്ലോ, ആകെ കുടുങ്ങിപ്പോയല്ലോ എന്ന രൂപത്തിൽ മനസ്സോടുകൂടിയാണ് അവർ ആ പ്രവൃത്തി ചെയ്തത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബലിയും സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഒന്നാമത്തെ ബലിയും തഖ്വയില്ലാത്ത കാരണത്താൽ, അവരുടെ ഉദ്ദേശം നന്നാകാത്ത കാരണത്താൽ അല്ലാഹു സ്വീകരിച്ചില്ല. രണ്ടാമത്തെ ആളുകളും ബലികർമ്മം നടത്തിയിട്ടുണ്ട്, രണ്ടാളുകളും ബലികർമ്മം നടത്തിയിട്ടുണ്ട്. പക്ഷേ രണ്ടുപേരുടെയും ഉദ്ദേശശുദ്ധി ശരിയില്ലാത്തത് കൊണ്ട്
അവർ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവർ അത് ചെയ്തപ്പോൾ അള്ളാഹു സ്വീകരിച്ചിട്ടില്ല. എന്നാൽ മൂന്നാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ബലികർമ്മത്തെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. സഹോദരന്മാരെ, സഹോദരിമാരെ, അത് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ബലികർമ്മമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ബലികർമ്മത്തെ കുറിച്ച് സൂറത്തു സാഫാത്തിലൂടെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് സ്വപ്നത്തിലൂടെ തന്റെ മകനെ അറുക്കണമെന്ന് അല്ലാഹു ഓർഡർ ഇടുകയാണ്. തന്റെ മകനെ അറുക്കണമെന്ന്. ആദ്യത്തെ രണ്ടുപേരും മൃഗത്തെയാണ് അറുത്തത്. മൃഗത്തെ അറുക്കാൻ വേണ്ടിയാണ് അല്ലാഹു കൽപ്പിച്ചത്. എന്നാൽ മൂന്നാമത്തെ വ്യക്തിയോട്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് തന്റെ മകനെ അറുക്കണമെന്നാണ്. ഈ കാര്യം ആ മഹാനായ പ്രവാചകൻ തന്റെ മകനോട് പറഞ്ഞു, ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക, ഇതാ ഞാൻ സ്വപ്നത്തിൽ നിന്നെ അറുക്കണമെന്ന് എനിക്ക് കാണിക്കപ്പെട്ടിരിക്കുന്നു. പ്രവാചകന്മാരുടെ സ്വപ്നം അല്ലാഹു നൽകുന്ന വഹയാണ്. എനിക്ക് നിന്നെ അറുക്കണമെന്ന് അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നു. ആ മകനെ പറഞ്ഞത് ഇഫ്അൽ മാ തുഅ്മർ, എന്റെ ഉപ്പ അല്ലാഹു കൽപ്പിച്ചതുപോലെ നിങ്ങൾ ചെയ്തു കൊള്ളുക എന്നാണ്. അല്ലാഹുവിന്റെ പരീക്ഷണമായിരുന്നു എന്റെ കൽപ്പന. ഈ പ്രവാചകൻ, എന്റെ അടിമ, അവൻ അംഗീകരിക്കുമോ, അവൻ ഉൾക്കൊള്ളുമോ, അവന് പ്രവർത്തിക്കുമോ, നിറവേറ്റുമോ എന്ന് അല്ലാഹുവിന്റെ പരീക്ഷണമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തം മകനെ അറുക്കാൻ പറഞ്ഞപ്പോൾ ആറ്റുനൂറ്റ് കിട്ടിയ മകനാണ്. ഒരു ഭാര്യ ഉണ്ടായി. ആ ഭാര്യയെ വർഷങ്ങളോളം കൂടെ താമസിച്ചു. പക്ഷെ കുട്ടി ഉണ്ടായിട്ടില്ല. രണ്ടാമതൊരു ഭാര്യ വിവാഹം ചെയ്തുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷം പ്രായാധിക്യമെത്തുന്ന സന്ദർഭത്തിലാണ് ഇബ്രാഹിം നബിക്ക് ആറ്റുനോച്ചൊരു മകനെ ലഭിക്കുന്നത്. ആ മകനെ കിട്ടിയപ്പോൾ അവനെ അറുക്കണം അല്ലാഹു പറഞ്ഞു. ഇബ്രാഹിം നബിയുടെ ചിന്ത എന്തായിരുന്നു? എന്റെ മകനെ നൽകിയത് അല്ലാഹുവാൻ, ഈ മകനെ അറുക്കണമെന്ന് പറഞ്ഞതും അല്ലാഹുവാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഉൾക്കൊള്ളുന്നു, പ്രവർത്തിക്കുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചുകൊണ്ട് തന്റെ മകനെ അറുക്കാൻ വേണ്ടി പോവുകയുണ്ടായി. ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പരീക്ഷണത്തിൽ വിജയിച്ചു എന്ന് പ്രഖ്യാപിക്കുകയും ആകാശത്ത് നിന്നും ഒരു ആടിനെ ഇറക്കി കൊടുക്കുകയും അതിനെ ബലിയർക്കണമെന്ന് പറയുകയും അതിനെ ബലിയർപ്പിക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബലികർമ്മം പ്രഖ്യാപിച്ച, ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ച ബലികർമ്മം ചെയ്യാതെ തന്നെ അല്ലാഹു സ്വീകരിക്കുകയും അതിന് കൂലി നൽകുകയും ചെയ്തു. സഹോദരന്മാരെ, സഹോദരിമാരെ, വിശ്വാസികളെ, ഈ മൂന്ന് ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ബലികർമ്മം എന്ന കാര്യത്തെ ഈ മൂന്നാളുകളോടും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഈ മൂന്നാളുകളുടെയും മാനസികാവസ്ഥ, അത് സ്വീകരിക്കുന്നതിൽ അവരുടെ ചിന്തയാണ് അവിടെ ഏറ്റവും പ്രധാനം. ആദ്യത്തെ രണ്ടാളുകൾ അവർ മനസ്സോടെയാണ് ചെയ്തത്, അവർ ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ആളുകൾ അള്ളാഹുവിന്റെ കൽപ്പനയെ ഉൾക്കൊണ്ടിട്ടുണ്ട്, അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, ഇതിൽ മൂന്നാമത്തെ വിഭാഗത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്ക് സമ്പത്ത് നൽകിയത്. അല്ലാഹു നൽകിയ സമ്പത്തിൽ നിന്നും ഒരു ഉരുവിനെ അറുക്കാൻ മാത്രമുള്ള സമ്പത്ത് നമ്മുടെ കൈകളിൽ ഉണ്ടോ? നമ്മൾ അറുത്തിരിക്കണം. അത് സുന്നത്തല്ലേ, അത് ഫർളല്ലല്ലോ, അത് നിർബന്ധമുള്ള കാര്യമല്ലല്ലോ എന്നിങ്ങനെയൊക്കെ അതിന്റെ മസലകളിലേക്ക്, അതിന്റെ ഹുക്മുകളിലേക്ക് പോയിട്ട് ചികഞ്ഞന്വേഷിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റമൊന്നും കിട്ടില്ലല്ലോ എന്ന് പറയുന്നത് നമ്മുടെ നിലപാടിലുള്ള പ്രശ്നമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ അംവാലിക്കും വലാ ഇലാ ജിസാമിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ രൂപത്തിലേക്കോ നിങ്ങളുടെ ശരീരത്തിലേക്കോ വലാ അംവാലിക്കും നിങ്ങളുടെ സമ്പത്തിലേക്കോ അല്ല നോക്കുന്നത്, മറിച്ച് വലാകി യൻദുറു ഇലാ ഖുലൂബിക്കും വ അമാലിക്കും നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. നിങ്ങൾ നൽകുന്നുണ്ടോ ഇല്ലയോ എന്നാണ് റബ്ബിന് അറിയേണ്ടത്. നിങ്ങൾ വലിയ ഒരു ഉരുവനെ അറുച്ചു, അല്ലെങ്കിൽ ചെറിയ ഉരുവനെ അറുത്തു, അതൊന്നും വിഷയമല്ല. ഷർത്തത്തായി ഉരുവനെ ആയിരിക്കണം അറുക്കേണ്ടത് എന്ന് മാത്രം. ആടാണോ 1 വയസ്സ് തികഞ്ഞതായിരിക്കണം, പശുവാണോ പോത്താണോ മൂരിയാണോ എരുമയാണോ അത് 2 വയസ്സ് പൂർത്തിയായതായിരിക്കണം, ഒട്ടകമാണോ 5 വയസ്സ് പൂർത്തിയായതായിരിക്കണം എന്നിങ്ങനെ നിയമം അല്ലാഹു വെച്ചിട്ടുണ്ട്. ആ പൂർത്തിയായത് തടിച്ചതാണോ, കൊഴുത്തതാണോ, വലിയതാണോ, വെയിറ്റ് ഉള്ളതാണോ, അത് ചെറിയ വെയിറ്റ് ആണോ, അതൊന്നും വിഷയമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ കാരണവും പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു എന്താണ് ഈ ഹജ്ജിന്റെ കാരണം. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിൽ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച 34ാമത്തെ വചനം അല്ലാഹു പഠിപ്പിച്ചു, വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ. എല്ലാ ഉമ്മത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ബലികർമ്മം നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ ഉമ്മത്തിനും ബലികർമ്മം പഠിപ്പിക്കാതെ, ബലികർമ്മം നിയമമാക്കാത്ത ഒരു ഉമ്മത്തും കടന്നുപോയിട്ടില്ല. എല്ലാ ഉമ്മത്തിനും ബലികർമ്മമുണ്ട്.
എന്തിനാണത്? അള്ളാഹു നിങ്ങൾക്ക് നൽകിയ നാൽക്കാലികളിൽ അള്ളാഹുവിന്റെ പേരുച്ചരിക്കാൻ, അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടിയാണ് അത് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിയേണ്ടത് നിങ്ങളുടെ ആരാധ്യൻ ഏക ആരാധ്യനാണ്. ആ ആരാധ്യനായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിങ്ങൾ പരിപൂർണമായും കീഴൊതുങ്ങണം. നിങ്ങൾ കീഴൊതുങ്ങുന്നുണ്ടോ? റബ്ബിന്റെ കൽപ്പനയെ നിങ്ങൾ അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ? ഇതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബലികർമ്മം നിശ്ചയിച്ചിട്ടുള്ളത്. എനിക്ക് നൽകാൻ കഴിയുമോ? എനിക്ക് സമ്പത്തുണ്ടോ? ഞാൻ നൽകിയിരിക്കണം. അതിന് ഒഴികഴിവുകൾ നമ്മൾ നോക്കി നടക്കുകയില്ല. സമ്പത്ത് സ്വരൂപിച്ചുകൊണ്ട് നേടാൻ ചെയ്യാൻ കഴിയുമെങ്കിൽ ഞാനത് ചെയ്തിരിക്കണം. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായ പ്രകാരം ഓരോ വ്യക്തിയുടെ മേലും ബലികർമ്മം നിർബന്ധമാണ്. അവൻ കടം വാങ്ങിയിട്ടെങ്കിലും അത് നിർവഹിച്ചിരിക്കണമെന്നാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ അഭിപ്രായം. എന്തുകൊണ്ട് പറഞ്ഞു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ, അള്ളാഹുവിന്റെ കൽപ്പനകൾ ആരോപിച്ചാണ്. ഭൂരിഭാഗം പണ്ഡിതന്മാരും അതിനെ അംഗീകരിച്ചിട്ടില്ല. ബലികർമ്മം എന്നത് കടം വാങ്ങിക്കൊണ്ട് ഓരോരുത്തരും നിർവഹിക്കേണ്ടതല്ല, മറിച്ച് സമ്പത്തുള്ളവൻ ബലികർമ്മം നടത്താൻ മാത്രം, ഒരു ഗുരുവിനെ അറുക്കാൻ മാത്രം പണമുള്ളവൻ അവൻ ചെയ്യേണ്ടതാണ്. അള്ളാഹു നിങ്ങൾക്ക് ലഘൂകരിച്ച് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒറ്റക്കൊരൊട്ടകത്തെ ഇറക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആകാം, കുഴപ്പമില്ല. ഒരു പശുവിനെ ഒറ്റക്ക് ഇറക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആകാം, കുഴപ്പമില്ല. ഒറ്റക്കൊരാടിനെ ഇറക്കാൻ പറ്റുമെങ്കിൽ ആകാം, കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് ഒറ്റക്കൊന്നിനെ ഇറക്കാൻ കഴിവില്ലേ, ഒരു പശുവിനെയോ ഒരൊട്ടകത്തെ ഇറക്കുന്നെങ്കിൽ നിങ്ങൾക്ക് 7 ആൾക്ക് വരെ ഷെയർ ഇടാം. അങ്ങനെ നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിങ്ങൾ അറുക്കാം. നിങ്ങൾ അങ്ങനെ അറുക്കണം. നിങ്ങൾക്ക് അള്ളാഹു ഏർപ്പാടാക്കി നൽകിയത്, ലഘൂകരിച്ച് നൽകിയത് ആ കർമ്മം നിങ്ങൾ നിർവഹിക്കണം എന്നതിന് വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ട് അല്ലാഹു ഇത് പറഞ്ഞു? അതിന്റെ കാരണവും വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിൽ തന്നെ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. എന്തിന് നിങ്ങൾ അറുക്കണം? അറുത്തതിന്റെ കാരണം എന്താണ്? പടച്ചറമ്പിന് വേണ്ടി നിങ്ങൾ ഒരു ഒട്ടകത്തെ അറുത്ത്, ഒരു ആടിനെ അറുത്ത്, ഒരു പശുവിനെ അറുത്ത് ആ രക്തം എങ്ങനെ അല്ലാഹുവിനെ സന്തോഷിക്കാൻ വേണ്ടിയിട്ടല്ല. റബ്ബ് പഠിപ്പിച്ചു, അള്ളാഹു പഠിപ്പിക്കുന്നു, ഒരിക്കലും നിങ്ങൾ അറുക്കുന്ന മൃഗത്തിന്റെ അതിന്റെ രക്തമോ അതിന്റെ മാംസമോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് എത്തുന്നില്ല, മറിച്ച് വലാകിൻ യനാലു തഖ്വ, അല്ലാഹുവിലേക്ക് എത്തുന്നത് നിങ്ങളുടെ തഖ്വയാണ്, നിങ്ങളുടെ ഹൃദയത്തിന്റെ വിശുദ്ധിയാണ്, നിങ്ങളുടെ ചിന്തയാണ്, നിങ്ങളുടെ നിയ്യത്താണ്. അതാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. ഞാൻ വലിയ ഒരുവനെ അറുത്തത്, എല്ലാ കൊല്ലവും ഞാൻ അറുക്കാറുണ്ട് എന്ന ആളുകൾ പറയാൻ വേണ്ടിയാണ് നിങ്ങളുടെ അറവ്. അള്ളാഹുവിന് അതിന്റെ ആവശ്യമില്ല. അത് എത്ര വലിയ ഗുരുവായിരുന്നാലും ശരി, നിങ്ങൾ ഒറ്റക്കൊരു 10 എണ്ണം അറുത്താലും ശരി, അള്ളാഹു സ്വീകരിക്കില്ല. ആദ്യം പഠിപ്പിച്ച ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു മകന്റെയും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖൗമിന്റെയും ബലികർമ്മത്തിലേക്കാണ് ആ ബലികർമ്മം ചെന്നെത്തുക. അതുകൊണ്ട് കാര്യമില്ല. മറിച്ച് മൂന്നാമത്തേത്, നിങ്ങളുടെ അടുക്കൽ എത്ര സമ്പത്തുണ്ടോ ആ സമ്പത്തനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് സാധ്യമാകുന്നത് ചെയ്താൽ. ഇനി ഒരാൾക്ക് സമ്പത്തില്ല, അയാൾ ചെയ്തിട്ടില്ല, സമ്പത്തുണ്ടെങ്കിൽ ചെയ്യാമായിരുന്നുവെന്ന നല്ല ഉദ്ദേശമാണ് ഉള്ളത്, ആ ഉദ്ദേശമാണ് അല്ലാഹു സ്വീകരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഉദ്ദേശം ഉണ്ടാകണം. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി തയ്യാറാക്കേണ്ടതുണ്ട്. ഒരു കുടുംബത്തിൽ ഗൃഹനാഥൻ ഒരാൾ ചെയ്താൽ കുടുംബത്തിൽ എല്ലാവർക്കും മതിയാകുന്നതാണ്. എന്നാൽ സമ്പത്തുള്ള ഓരോ വ്യക്തികളും ഞാൻ ഓരോരുത്തരും ചെയ്യുന്നുവെന്ന് ഓരോരുത്തർക്കും തീരുമാനിച്ചാൽ ചെയ്യൽ അനുവദനീയമാണ്. എനിക്ക് കൂലി കിട്ടണമെങ്കിൽ, ഞാൻ ചെയ്യണമെന്ന് നിശ്ചയിക്കണമെങ്കിൽ അത് അനുവദനീയമാണ്. ഒരു വീട്ടിൽ ഒരു ഭാര്യയും ഒരു ഭർത്താവും അവരുടെ 2 മക്കളും ഓരോരുത്തരും ഓരോന്നിനെ വീതം മറക്കാൻ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ ഓരോരുത്തരും അവരുടെ കയ്യിൽ സമ്പത്തുള്ളത് കൊണ്ട് ഷെയർ കൂടാൻ ഉദ്ദേശിക്കുന്നു, ഏറ്റവും ഉത്തമമായ കാര്യമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. എനിക്കങ്ങനെ ഉദ്ദേശിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ, എനിക്ക് തീരുമാനിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ, അവിടെയാണ് വിഷയം. സഹോദരന്മാരെ, അതുകൊണ്ട് അതിന്റെ ഉദ്ദേശത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നേറേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഉദ്ദേശശുദ്ധിയോടുകൂടി നിങ്ങളോട് നിർവഹിക്കാനും വേണ്ടി പറഞ്ഞു. ആരെയും കാണിക്കാനും വേണ്ടിയോ, ആരെയും അറിയിക്കാനും വേണ്ടിയോ, ആരുടെയെങ്കിലും പേര് കേൾക്കാനും വേണ്ടിയോ, ആരെങ്കിലും നമ്മളെ കുറിച്ച് നല്ലത് പറയണമെന്ന ചിന്തയോടുകൂടിയോ ആകരുത്. അത്തഖ്വാ ഹാഹുന എന്ന് ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ തഖ്വയോടുകൂടി, മനസ്സാന്നിധ്യത്തോടുകൂടി, നല്ല ഉദ്ദേശത്തോടുകൂടി നമ്മൾ ബലികർമ്മത്തിന് വേണ്ടി തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ബലികർമ്മം നിർവഹിക്കുന്ന, ഉദ്ദേശശുദ്ധിയോടുകൂടി ആ കർമ്മം നിർവഹിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണം.
ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ നിയമമാക്കിയ ബലികർമ്മത്തെക്കുറിച്ചാണ് നാം സൂചിപ്പിച്ചത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മേൽ, ഒരു വ്യക്തിയുടെ മേൽ, അവന് തൻ്റെ കുടുംബത്തിന്, തനിക്കും തൻ്റെ കുടുംബത്തിനും പെരുന്നാൾ ദിവസത്തിൽ നിർവഹിക്കാൻ മാത്രമുള്ള ഭക്ഷണം കഴിക്കാനും ഉടുക്കാനും ഒക്കെയുള്ള സമ്പത്ത് ഒരു വ്യക്തിയുടെ കയ്യിലുണ്ട്. ആ സമ്പത്തും കഴിച്ചിട്ട് ഒരു ഉരുവിനെ അറുക്കാൻ മാത്രമുള്ള പണം ഒരുവന്റെ കയ്യിലുണ്ടെങ്കിൽ അവന്റെ മേൽ ബലികർമ്മത്തിന് ഒരിക്കൽ നിർബന്ധമാണ് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. മറ്റു ചില പണ്ഡിതന്മാർ നിർബന്ധമല്ല, സുന്നത്തിന് മുഅക്കദയാണ് എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. രണ്ടഭിപ്രായം നമ്മൾ എടുത്താലും ശരി, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളതിന് തയ്യാറാകുന്നുണ്ടെങ്കിൽ നമുക്ക് കൂലി ലഭിക്കും. അനാവശ്യമായിക്കൊണ്ട്, അല്ലെങ്കിൽ അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല, അതിനിപ്പോൾ 8,000 രൂപ, അതിനിപ്പോൾ 9,000 രൂപ, 10,000 രൂപ, അതൊക്കെ മാറ്റി വെക്കേണ്ട ആവശ്യം എന്താണ്? നമുക്ക് ഇറച്ചി വേണമെങ്കിൽ 200 രൂപ കൊടുത്താൽ 500 രൂപ കൊടുത്താൽ കിട്ടൂലേ എന്നതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാനൊരു 9,000 രൂപ കൊടുത്ത് 10,000 രൂപ കൊടുത്തിട്ട് ബലികർമ്മത്തിന് കൂടിയിട്ട് എനിക്കാകെ 5 കിലോ ഇറച്ചിയാണ് കിട്ടുക, ആ 5 കിലോ ഇറച്ചിക്ക് 1000 രൂപ കൊടുത്താൽ കിട്ടൂലേ എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ആ ഇറച്ചി നമുക്ക് ലഭിക്കുന്ന വിഷയത്തിലല്ല, മറിച്ച് അള്ളാഹുവിന്റെ ഈ കൽപ്പന ഞാൻ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ഇവിടുത്തെ വിഷയം. സുബഹി നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് എത്താൻ ഒരു വ്യക്തിക്ക് എന്തിനാ അപ്പം മെനക്കിട്ട് പള്ളിയിലേക്ക് പോകുന്നത്, കിടന്നുറങ്ങിയാൽ പോരെ എന്നൊരു പിന്നെ ചിന്തിക്കാം. ആ ചിന്തക്ക് വലിയ കുറ്റമാണ് കിട്ടുക. അള്ളാഹു എന്നോട് കൽപ്പിച്ച കാര്യമാണ്, ഞാൻ അള്ളാഹുവിന് വേണ്ടി എൻ്റെ കഴിവില്ലാത്ത അവസ്ഥയിലും ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ എത്തുന്നുണ്ട് എങ്കിൽ നമുക്കതിന് കൂലിയാണ് കിട്ടുക. ഏത് വിഷയവും ഇതേപോലെ തന്നെയാണ്. നമുക്ക് ലഭിക്കുന്ന നേട്ടം, ഇഹലോകത്തിൽ ലഭിക്കുന്ന നേട്ടത്തെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, മറിച്ച് ഏതൊരു പ്രവൃത്തിയും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് പരലോകത്ത് ലഭിക്കുന്ന കൂലി എന്താണ് എന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ട് അതിനുവേണ്ടി പണിയെടുക്കാനായിരിക്കണം സഹോദരന്മാരെ നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതുകൊണ്ട് ആ ബലികർമ്മത്തിന് നമ്മൾ തയ്യാറാവുക. അങ്ങനെ സമ്പത്തുള്ള ഓരോരുത്തരും തീരുമാനിക്കുക നമ്മളത് നൽകുമെന്ന്. ഒറ്റ കറക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കൊരാടിനെ നിങ്ങൾ കറക്കാം. ഒരു വീട്ടിൽ, ഒരു കുടുംബത്തിൽ ഒരു 7 ആളുകളുണ്ട്, ഒരു കുടുംബത്തിൽ 10 ആളുകളുണ്ട്, അവരെല്ലാവരും കൂടി ഉദ്ദേശിച്ചുകൊണ്ട് നിശ്ചയിച്ചുകൊണ്ട് ആ വീട്ടിൽ അറവ് നടക്കട്ടെ. അതല്ലെങ്കിൽ സുഹൃത്തുക്കൾ കൂടി പരസ്പരം കൂടി ചേർന്നുകൊണ്ട് അവരെല്ലാം ഒന്നിച്ചു ചേർന്ന് ആലോചിച്ചുകൊണ്ട് അവരറവ് നടത്തട്ടെ. അല്ലെങ്കിൽ എല്ലാവരും കൂടി പള്ളിയിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പരസ്പരം കൂടി ചേർന്ന് ആലോചിച്ചുകൊണ്ട് പള്ളിയുടെ പേരിൽ നടത്താൻ ഉദ്ദേശിച്ചു, അങ്ങനെ നടത്തട്ടെ. എങ്ങനെയായിരുന്നാലും ഞാൻ ഇതിൽ ഉൾപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം. സഹോദരന്മാരെ, ഇതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു നഷ്ടവും വരുന്നില്ല. സാമ്പത്തികമായി നമുക്ക് 8,000 or 10,000 രൂപ നമ്മൾ നൽകിയത് കൊണ്ട് ആ പൈസ പോയി എന്നല്ല ചിന്തിക്കേണ്ടത്, മറിച്ച് ഞാൻ അള്ളാഹുവിന്റെ കൽപ്പന ഇതാ ശിരസാ വഹിച്ചിരിക്കുന്നു. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ അറുക്കാൻ വേണ്ടി അദ്ദേഹത്തോട് കൽപ്പിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ആ കൽപ്പന ശിരസാ വഹിച്ചിട്ടുണ്ടെങ്കിൽ എന്നോടൊരു ഉരുവനെ അറുക്കാൻ വേണ്ടി പറഞ്ഞാൽ ഞാൻ അതിന് തയ്യാറാണ്. നമ്മുടെ മകനെ അറുക്കാൻ പറഞ്ഞിട്ടില്ല, നമ്മളോട് നമ്മുടെ മക്കളെ അറുക്കണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. നിങ്ങൾ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ മൃഗത്തെ അറുക്കണം, അതിന്റെ ഇറച്ചി നിങ്ങൾ പാവപ്പെട്ടവർക്ക് നൽകണമെന്ന് മാത്രമാണ് അള്ളാഹുവിന്റെ കൽപ്പനയുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി, അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും ആ കർമ്മത്തിന് തയ്യാറാവുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എങ്ങനെയാണോ സാധ്യമാവുക, എവിടെയാണോ എനിക്ക് സൗകര്യപ്രദമായ രീതിയുള്ളത് ആ നിലക്ക് നമുക്ക് ചെയ്യാം. നമ്മുടെ സ്വന്തം നാട്ടിൽ, സ്വന്തം പള്ളിയിൽ, സ്വന്തം കുടുംബത്തിൽ നമ്മൾ ചിലപ്പോൾ പൈസ കൂടുതൽ എടുക്കേണ്ടി വരും. ആ പൈസ എൻ്റെ കയ്യിലില്ല, എന്നാൽ തൊട്ടപ്പുറത്തെ പള്ളിയിൽ അവർ പിന്നെ ഇതിനേക്കാൾ കുറഞ്ഞ പൈസക്ക് എൻ്റെ കയ്യിലുള്ള പണത്തിനനുസരിച്ച് കൊണ്ടുള്ള ബലികർമ്മം അവിടെ നടക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് അവിടെ ചെയ്യാം. ശ്രദ്ധിക്കേണ്ട വിഷയം, ആരാണോ ബലികർമ്മം നടത്തുന്നത് അവർ ബലിമൃഗത്തുമായി ബന്ധപ്പെട്ട എല്ലാ ഷർത്തുകളും പാലിച്ചുകൊണ്ട് ഇസ്ലാമിക മര്യാദയിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. അഥവാ അറുക്കുന്ന മൃഗത്തിന് വയസ്സ് പൂർത്തിയായിരിക്കണം. വയസ്സ് പൂർത്തിയാകാത്ത ഒരുവനെയാണ് അറുക്കുന്നതെങ്കിൽ എത്ര ആളുകളുണ്ടോ അവർ അതിനെ അറുത്താൽ ആ അറുത്തതിനെ കൊണ്ട് അവർക്ക് നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഇനി കൂട്ടത്തോടെയാകുന്നതെങ്കിൽ 4 or 5 ഒക്കെ ഉരുക്കളുണ്ടെങ്കിൽ അതിനെ എല്ലാത്തിനെയും ഒരുമിച്ച് വാങ്ങിയിട്ട് 5 ഉരുവനെ ഒരുമിച്ച് വാങ്ങുകയും അതിന് 35 ആളുകൾക്ക് അതിന്റെ മൊത്തം പൈസ 35 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന രീതി ഒരിക്കലും ഉണ്ടാകുവാനും പാടില്ല. ഇസ്ലാം പഠിപ്പിക്കുന്ന വിഷയമല്ലാതെ ഓരോ ഒരുവിനും പ്രത്യേകം ആളുകൾ ഉണ്ടാകേണ്ടതുണ്ട്. ഒരു മൃഗത്തിന് 7 ആളുകൾ ആരാണെന്ന് നിശ്ചയിക്കേണ്ടതുണ്ട്. ആ മൃഗത്തിന് 50,000 രൂപയാണെങ്കിൽ ആ 50,000 ആ 7 ആളുകൾക്ക് വീതിക്കണം. മറ്റൊരു മൃഗത്തിന് 40,000 മാത്രമേ ഉള്ളുവെങ്കിൽ ആ മൃഗത്തിന് 40,000 കൊണ്ട് 7 ആളുകൾക്ക് വീതിക്കാണ് വേണ്ടത്. വേറെ മൃഗത്തിന് 1,00,000 രൂപയുണ്ടെങ്കിൽ ആ 1,00,000ത്തെയാണ് ആ 7 ആളുകൾക്ക് വീതിക്കേണ്ടത്. അപ്പോൾ ഒരു മൃഗത്തിന് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഉദഹ്യത്തിന് വേണ്ടി കൂടുന്ന ആളുകൾ, അതിൽ ഓരോ ഉരുവിന്റെയും ആളുകളുടെ എമൗണ്ട് ഒരു പക്ഷേ വ്യത്യസ്തമായിരിക്കാം. ഇനി എല്ലാ ഉരുവിനും ഒരേ തുകക്ക് ലഭിക്കുന്നുവെങ്കിൽ എല്ലാവരുടെ തുക തുല്യമാവുകയും ചെയ്യും. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ച ഷർത്തുകളാണ്, ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ച മര്യാദകളാണ്. ഈ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണോ ഈ ആളുകൾ അറുക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമുക്കുണ്ട്. വിദേശ
രാജ്യങ്ങളിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കുമൊക്കെ പിന്നെ അറുക്കാൻ വേണ്ടി നിശ്ചയിക്കുന്ന ആളുകളുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ കൃത്യമായ രൂപത്തിൽ അറുക്കപ്പെടുന്നുണ്ടോ എന്ന് പോലും ആളുകൾ ചിന്തിക്കാറില്ല. ഇവിടേക്കാൾ വില കുറവാണ്, അതുകൊണ്ട് 2000 രൂപ ലാഭം കിട്ടുന്നുണ്ട്, അങ്ങനെ ചെയ്തു വിട്ടേക്കാം എന്ന് ചിന്തിക്കരുത്. നിങ്ങൾ എവിടെ അറുക്കുന്നുണ്ടെങ്കിലും കൃത്യമായ ഷർത്ത് പാലിച്ചുകൊണ്ട് സമയത്ത് തന്നെ അത് നിർവഹിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തൽ നമ്മുടെ മേൽ നിർബന്ധമായ വിഷയമാണ്. നമ്മളുടെ കർമ്മമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിന്റെ കൂലി നമുക്കാണ് ലഭിക്കുന്നത്, അള്ളാഹുവിന്റെ വേണ്ടി നമ്മളാണ് നൽകുന്നത്. അത് ശരിയാണോ എന്ന് ഉറപ്പുവരുത്തൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ കർമ്മത്തിന് വേണ്ടി നമ്മൾ തയ്യാറാവുക. ഒരു ബലികർമ്മം എന്ന ഈ ഉളഹിയ എന്ന കർമ്മം ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അടുത്ത വർഷത്തിൽ മാത്രമാണ്. സഹോദരന്മാരെ, നമ്മുടെ മുമ്പിൽ ദിവസങ്ങൾ ബാക്കിയുണ്ട്. ഇനിയും നമ്മുടെ മുമ്പിൽ 20 ദിവസങ്ങൾക്കപ്പുറത്താണ് നമ്മൾ അറവ് നടത്തേണ്ടത്. പക്ഷെ ഇപ്പോഴേ നമ്മൾ തീരുമാനിച്ച് അതിന് മൃഗത്തെ വാങ്ങിക്കൊണ്ട് അതിന് ഷെയർ കൂടി കൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നന്മകളിൽ മത്സരിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.